afternoon, second standard. How are you all? Before we start today's class, let's say the prayer. So join your hands, close your eyes and pray. Mata, Pita, Guru, Devam, Amma, Achan, Teacher, Devam. ഇവര് നാലാളെയും റെസ്പെക്ട് ചെയ്യണം. അവര് പറഞ്ഞത് കേൾക്കണം. Alright? Okay. I hope you had a lovely weekend. I hope you enjoyed your Saturday and Sunday. So let's start our class now. Please take your textbook, page 65, and this is what you will see. Today we're going to learn how to measure. Measure പറഞ്ഞാ അളക്കുക. Okay? അപ്പൊ നമുക്ക് സ്കെയിൽ വെച്ച് അളക്കുക, മെഷറിംഗ് ടേപ്പ് വെച്ച് അളക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു കൈ കൊണ്ട് പണ്ട് ആൾക്കാർ കൈ കൊണ്ടും ഫിംഗേഴ്സും ഫീറ്റ് നമ്മളെ കാലും യൂസ് ചെയ്തിട്ടാണ് അളന്നുണ്ടായിരുന്നത്. ബട്ട് നൗ വി യൂസ് ദ മെട്രിക് സിസ്റ്റം. മെട്രിക് സിസ്റ്റം ആണ് നമ്മൾ യൂസ് ചെയ്യണം. സോ ഇറ്റ്സ് കോൾഡ് ദ മെട്രിക് സിസ്റ്റം ടു മെഷർ. മെഷർ പറഞ്ഞാൽ അളക്കുക. ഓക്കെ, അതിലെന്താ ഉള്ളത്? സെന്റിമീറ്റേഴ്സ് ആൻഡ് മീറ്റർ. ഈ സെന്റിമീറ്റർ ആണ് നമ്മൾ എന്താ പറയാ? സി. ഇവിടെ കണ്ടോ സി ആൻഡ് ഈ എമ്മിനെയാണ് നമ്മൾ സി എം. ഓക്കെ, സി എം. ആൻഡ് ദിസ് ഈസ് മീറ്റേഴ്സ്, സോ വി ജസ്റ്റ് സേ എം. യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, സോ there are 100 centimeters in a meter. Okay, so and ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു ലൈൻ തന്നിട്ടുണ്ട്, എന്നിട്ട് പറഞ്ഞു അവര് this is 1 centimeter. അപ്പൊ നിങ്ങൾ സ്കെയിൽ എടുത്തിട്ട് ചെറിയ സ്കെയിൽ എടുത്തിട്ട് 0 ഇവിടെയും 1 ഇവിടെയും വെച്ചാൽ it will be 1 cm. So I'll just show you one thing. So കഴിഞ്ഞ ആഴ്ച ടീച്ചർ ഈ പിക്ചർ കാണിച്ചു തന്നത് ഓർമ്മയുണ്ടോ? അപ്പൊ നിങ്ങൾ സ്കെയിലിന്റെ ഒരു ഭാഗത്തിന്റെ ഫോട്ടോ ആണത്. alright, and it starts from 0, then you have 1 2 3 big lines. ആ ബിഗ് ലൈനിന്റെ ഇടയിൽ ചെറിയ lines. Those small lines are called millimeter. What is it called? Millimeter. Okay, so ഇപ്പൊ നമ്മൾ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇപ്പൊ 0 ആണ്. 1 2 3 4 5 6 7 8 9 10 millimeter ഉണ്ട് അല്ലെ? അതാണ് 1 centimeter. ഓക്കെ, സോ എം എങ്ങനെ വന്ന്? എം അതുകൊണ്ട് ടീച്ചർ അത് അണ്ടർലൈൻ ചെയ്തിരിക്കണം. ഓക്കെ, 10 millimeter. കണ്ടോ ഇവിടെ ഈ 10 നമ്മൾ എണ്ണിയില്ലേ? ആ 10 millimeter ചേർന്ന എന്താവുക? ആ ഡിസ്റ്റൻസ് ആണ് 1 cm. Can you see that? 1 cm. Alright? Okay. Now, ഈ 1 cm നമ്മൾ ചെറിയ സാധനത്തിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യാം. ഓക്കെ, സി എം എങ്ങനെ വരിക? സെന്റിമീറ്റർ. ഈ സിയും ഈ എമ്മും കൂടി ചേർത്തിട്ടാണ് സെന്റിമീറ്റർ. ഓക്കെ, ഇങ്ങനത്തെ 100 cm ഇങ്ങനെ ഈ 0 1 2 3 4 5 അങ്ങനെ 100 cm എത്ര ലെങ്ത് ഉണ്ടോ ആ ലെങ്ത് ആണ് 1 മീറ്റർ. എന്താണത്? 1 മീറ്റർ. അപ്പൊ ചെറിയ സാധനത്തിന് നമ്മൾ സി എം യൂസ് ചെയ്യും, വലിയ സാധനത്തിന് നമ്മൾ മീറ്റർ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു ദ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, സോ നമ്മളിപ്പോ സ്കൂളിലത്തെ ഒരു റൂം അളക്കണം വെച്ചാല് നമ്മള് പെൻസിൽ ബോക്സിലത്തെ സ്കെയിൽ വെച്ചിട്ട് അളക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് അളക്കുക? മെഷറിംഗ് ടേപ്പ് വെച്ച് അളക്കണം. അപ്പോ അത് വലിയ റൂം ആയതുകൊണ്ട് അത് മീറ്ററിലാണ് വരിക. ഓക്കെ, സോ ഇറ്റ്സ് എ ബിഗ് റൂം. You measure in meters. Now, ഒരു ഇല
ഇല നമ്മള് മരത്തിന്റെ ഇല അത് ചെറുതാണ്. അപ്പൊ എന്താ യൂസ് ചെയ്യുക? സെന്റിമീറ്റേഴ്സ്, cm. ഓക്കെ. ഫെൻസ്, ഫെൻസ് പറഞ്ഞാൽ ഇപ്പൊ മതില്, നമ്മള് വീട്ടിന്റെ ചുറ്റും മതിലാണ്. ചിലവരിങ്ങനെ ഫെൻസ് കെട്ടും. അതിനെ നമ്മൾ എന്തുകൊണ്ട് അളക്കുക? സ്കെയിൽ കൊണ്ട് അളക്കാൻ പറ്റുമോ? നമ്മള് പെൻസിൽ ബോക്സിലത്തെ സ്കെയിൽ കൊണ്ട് അളക്കാൻ പറ്റുമോ? പറ്റില്ല. സോ വി യൂസ് മീറ്റേഴ്സ്. alright. സോ ഈ അളക്കണത് എന്താ? അതിന്റെ ലെങ്ത്, നീളം. അപ്പൊ എങ്ങനെ ചോദിക്കുക? ഹൗ ലോങ് ഇസ് ഇറ്റ്? എത്ര നീളം ഉണ്ട്? അങ്ങനെ ചോദിക്കും. ആൻഡ് നമ്മൾ തന്നെ ഉത്തരം എന്താ പറയാ? ഇറ്റ്സ് ഇതില് 3 സെന്റിമീറ്റർ ലോങ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് 5 സെന്റിമീറ്റർ ലോങ്. അങ്ങനെയാണ് ഉത്തരം പറയാം. ഓക്കെ. സോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലത്തെ ഈ ഭാഗം നിങ്ങൾ സ്കെയിൽ എടുത്തിട്ട് അളന്നു നോക്കും. എങ്ങനെ അളക്കണ്ടെന്ന് ടീച്ചർ കാണിച്ചു തരാം. ഇത് ഏകദേശം നമ്മളുടെ സ്കെയിലിന്റെ സൈസ് ആണത്. ഓക്കെ. അപ്പൊ ടീച്ചർക്ക് ശരിക്കും ടെക്സ്റ്റ് ബുക്കിൽ സ്കെയിൽ ഇങ്ങനെ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഇത് ഇങ്ങനെ കാണിക്കും. alright. So this is the scale and your textbook. ഇപ്പൊ 0 നമ്മൾ എന്താ അളക്കണം? ആദ്യം ഈ പേപ്പർ ക്ലിപ്പാണ് അളക്കണം അല്ലെ? സോ 0 ഒരു അറ്റത്ത് വെക്കുക, മറ്റേ അറ്റം ഇതുവരെ എത്തുന്നുണ്ട് നോക്കുക. ഓക്കെ. 0 വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോ എത്ര വരണത്? 0, 1, 2, 3. ഈ അറ്റം എവിടെ എൻഡ് ചെയ്യണ? 3. അപ്പൊ ഇറ്റ് ഈസ് 3 സെന്റിമീറ്റർ. അവിടെ അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എന്താ എഴുതുക? ഇവിടെ എന്താ എഴുതുക? 3 സെന്റിമീറ്റർ. ഓക്കെ. ഇനി നമുക്ക് ഈ ഷെല്ല് മെഷർ ചെയ്യാം. ഓക്കെ. ഈ ഷെല്ല് 0 ഒരു അറ്റത്ത് 0 വെച്ചു. എന്നിട്ട് നോക്കാം. 1, 2, 3, 4, 5, 6. ഈ അറ്റം എവിടെ വരുന്ന? 7. സോ ഈ ഷെല്ലിന്റെ ലെങ്ത് എന്താണ്? ഹൗ ലോങ് ഇസ് ഇറ്റ്? ഇറ്റ് ഈസ് 7 cm ലോങ്. ഓക്കെ. സോ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ എഴുതൂ 7 cm. alright. ഇനി നമുക്ക് ഫിഷിനെ അളക്കാം. ഒരു അറ്റത്ത് 0 വെച്ചു. ഇങ്ങനെ 1, ഈ വലിയ നമ്പർ ആണ് നോക്കണം. ഇടയിൽ അപ്പൊ ചെറുതൊക്കെ മില്ലിമീറ്റർ ആണ്. അതിപ്പോ നോക്കണ്ട. 0 ഇപ്പൊ 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ. ഈ ഫിഷിന്റെ അറ്റ എവിടെ എൻഡ് ചെയ്യണ? 4 സെന്റിമീറ്റർ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ എഴുതൂ, ഇവിടെ എഴുതൂ 4 centimeter. Now the last one. ഈ ബ്രഷ്. ഓക്കെ. ബ്രഷിന്റെ അറ്റം 0 വെക്കൂ. എന്നിട്ട് നോക്കൂ 1, 2, 3, 4, 5, 6, 7, 8. കണ്ടോ ഇവിടെ CM എഴുതിക്കുന്നുണ്ടോ? 8, 9, 10, 11, 12, 13, 14. 14 കഴിയൂ അല്ലെ? So it's 14 centimeter. അടിയിൽ എഴുതൂ 14 centimeter. alright. So ഇനി നമ്മള് അളക്കാൻ പഠിച്ചു. അളക്കുക പറഞ്ഞ മെഷർ. ഓക്കെ. മെഷർ എന്തുകൊണ്ടാ മെഷർ ചെയ്യാൻ? നമ്മള് സെന്റിമീറ്ററും മീറ്ററും വെച്ചിട്ട്. ഓക്കെ. അതില് 100 centimeter is 1 meter. Okay. Big things we measure with meter. Small things we measure with centimeter. alright. And what are we measuring? We are measuring the length. So we say, how long is it? So you'll say the clip is 3 centimeter long. The shell is 7 centimeter long. The fish is 4 centimeter long. And the paintbrush is 14 centimeter long. alright. So take your scale, measure all these things. Teacher ku kittiya madiri ne ninkum kittum. Onnu nokku, same answers aayirikkum. And yeah, that's it. So today you've learned centimeter and meter. Great. Good job, second standard. So have a lovely day, enjoy yourself, and I'll see you tomorrow.
ബൈ. ജയ് ഹിന്ദ്.